ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹോണ്ടയുടെ ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നേർന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ സ്പാർക്ക് പ്ലഗിൻ്റെ ആയിരുന്നു കംപ്ലൈൻറ്റ്. പ്ലഗ് പോയായിരുന്നാണ്. പ്ലഗ് നല്ല ടൈറ്റായിരുന്നു, അതായത് ഒടിഞ്ഞു പോകും എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഒരു കണക്കിന് നമ്മളത് അഴിച്ചെടുത്തു. കാരണം ഇതൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. നമുക്ക് ഈ എന്താ പറയുക, ഇതിൻ്റെ മെയിൻ്റനൻസ് സർവീസുകളൊക്കെ കറക്റ്റ് അല്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗമാണ്. അത് ഇടയ്ക്കൊക്കെ നമ്മളത് അഴിച്ച് പ്ലഗ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് അതിൻ്റെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ചെറിയൊരു മിസ്സിങ്ങിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ കാർബറേറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ അത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കരി പിടിച്ച് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ പെട്രോള് വന്ന് നിൽക്കുന്ന ഭാഗത്ത് ശരിക്കും ഫംഗസ് പിടിച്ചാകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ കാണാം. അതിപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനാണ്. E20 പെട്രോൾ എന്നാണ് പറയുക. ഇപ്പോൾ പറഞ്ഞാൽ എത്തനോളാണ് 20% പെട്രോളിൽ വരാം. എത്തനോളിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്കിതിപ്പോൾ വന്നേക്കണത്. അതായത് ശരിക്കും അലുമിനിയം ബോഡിയാണ് ഈ കാർബറേറ്റർ എന്ന് പറയുന്ന യൂണിറ്റൊക്കെ. അലുമിനിയം വെള്ളവും കൂടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, വെള്ളത്തിൻ്റെ പ്രസൻസ് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഫംഗസ് പോലൊരു ഐറ്റം വരും. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നേ രീതി നമുക്കത് ക്ലീൻ ചെയ്യാണ്ടും മാർഗ്ഗമില്ല. ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അഴിച്ചതാണ്. നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് മാക്സിമം ക്ലീൻ ചെയ്ത് പരമാവധിയും ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഈ സ്ലോ ജെറ്റ് നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിടുന്നുണ്ട്. സ്ലോ ജെറ്റ് ബ്ലോക്കാണ്, അതിൻ്റെയാണ് മിസ്സിങ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. അതിൻ്റെയാണ് ഓവർഫ്ലോ ഒക്കെ വരാനായിട്ടുള്ള ടെൻഡൻസി ഇതുമായി ബന്ധപ്പെട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. അതായത് പ്ലഗ് മാറ്റി പുതിയത് ഇടണമുണ്ട്, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കാർബറേറ്ററിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ അഴിച്ച് ചെക്ക് ചെയ്താണ്. അപ്പോൾ ഓയിൽ അല്പം കുറവുണ്ട്, ഇച്ചിരി മോശമായിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. പിന്നെ അതിന് പുറമെ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയേണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കണേ. ജനറൽ സർവീസായിട്ടുള്ള ജനറൽ സർവീസോ അതേപോലെ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.